കാണിച്ചിട്ടില്ല. ഇവരെഴുന്നേറ്റ് മാറി നിൽക്കുന്ന MLA വരുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്ത് വികസനമാണ് അവരിവിടെ നടത്തിയിരിക്കുന്നത്, ഏത് തരത്തിലാണ് അവർ മുന്നോട്ട് പോയത്. ഈ കുന്നത്തുനാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു MLA. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് നമുക്കൊരു MLA എവിടെയായിരുന്നു? VP സജീന്ദ്രൻ എന്ന് പറയുന്ന ഒരു MLA നമുക്കുണ്ടായിരുന്നല്ലോ. നിറസാന്നിധ്യമായ കുന്നത്തുനാടിന്റെ വികസനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു MLA ആണ് നമുക്ക്. ഇതിലായാലും പലതരത്തിലുള്ള സ്ഥാപനങ്ങളിലായാലും വികസനം കൊണ്ടെത്തിച്ചുകൊണ്ട് ഈ കുന്നത്തുനാടിനെ ഏറ്റവും നല്ല രീതിയിൽ വികസനത്തിന്റെ അത്യുന്നതത്തിലേക്ക് എത്തിക്കാൻ MLAക്ക് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. MLA പ്രിയപ്പെട്ട സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ഈ വരുന്ന 11-ാം തീയതി വികസന മുന്നേറ്റ ജാഥയുമായിട്ട് ശ്രീ ജോസ് കെ മാണി നമ്മുടെ മണ്ഡലത്തിൽ വരുമ്പോൾ നമുക്ക് പറയാൻ 2000 കോടിയിലധികം വരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയും. കിഴക്കമ്പലം ടൗണിൽ നിന്ന് വികസനത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനവും സന്തോഷവുമാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സര രംഗത്ത് വരുമ്പോൾ അന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുതലാളി നമുക്ക് കൽപ്പിച്ചു നൽകിയത് 3-ാം സ്ഥാനമായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് കുന്നത്തുനാട്ടിലെ ജനങ്ങൾ നൽകിയത് 1-ാം സ്ഥാനമായിരുന്നെന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കുന്നത്തുനാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരറിയാൻ 1-2 കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഈ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് 2020 ഇവിടുത്തെ 2020 ഭരണസമിതി പദ്ധതി വെക്കുകയും ഒരു പദ്ധതി വെച്ചു കഴിഞ്ഞാൽ നമുക്കത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ടത്. കേവലം 6 മാസത്തേക്കാണ് ആ പദ്ധതി വെച്ചിരുന്നത്. അതിന്റെ എഗ്രിമെന്റ് എടുത്തതാണ് മുതലാളിയുടെ സ്വന്തം ബിനാമി കോൺട്രാക്ടർമാർ. ഈ 2025 ഏകദേശം 6 വർഷമായിട്ടും ഇത് പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 21 തവണയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ഇവരുടെ മുതലാളിയുടെ ബിനാമി കോൺട്രാക്ടർക്ക് ഈ കരാർ നീട്ടി നൽകിയത്. പഞ്ചായത്തിലെ എയും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ഈ കരാർ നീട്ടി നൽകണമെങ്കിൽ പഞ്ചായത്തിന് അർഹമായിട്ടുള്ള കോമ്പൻസേഷൻ, കരാറിൽ പറഞ്ഞിരിക്കുന്ന കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര കമ്മിറ്റി വിളിച്ചു. മുതലാളി പറഞ്ഞു, ഒരു കാരണവശാലും കോൺട്രാക്ടർ അടുത്തുനിന്ന് കോമ്പൻസേഷൻ മേടിക്കാൻ പാടില്ല. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ ഷിബി ടീച്ചറോട് കൂടി മത്സരിച്ച് ദയനീയമായിട്ട് തോറ്റുപോയ ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തര കമ്മിറ്റി വിളിച്ചു. എന്നിട്ടെന്താ തീരുമാനിച്ചത്? കരാർ നീട്ടി നൽകാനും എന്നാൽ കോൺട്രാക്ടറുടെ അടുത്തുനിന്ന്, കരാറുകാരന്റെ അടുത്തുനിന്ന് 1 രൂപ പോലും മേടിക്കേണ്ട എന്ന് ഈ ഭരണസമിതി തീരുമാനമെടുത്തില്ല. ഇപ്പോഴും ഈ ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതി എന്താ? ഇവിടെ പാർട്ടി ഡിവൈഎഫ്ഐ ജനങ്ങളുടെ പരാതി കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ജനകീയമായിട്ട് തുറന്നു കൊടുക്കേണ്ട സ്ഥിതി വന്നില്ലേ? അവിടെ ബസ് സ്റ്റാൻഡ് സഖാവ് അനിൽകുമാറും സഖാവ് വിജയും സഖാവ് ജോസും സഖാവ് ബിജുവും അടക്കമുള്ള ആളുകള് ജനങ്ങൾക്ക് വേണ്ടി ഈ ബസ് സ്റ്റാൻഡ് വന്ന് ഇവിടെ സൈഡിൽ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഒന്ന് ആലോചിച്ച് നോക്കാം. ആളുകൾക്ക് വേണ്ടി പണിതാണ്, ജനകീയമായിട്ട് നമ്മൾ പണിത് കൊടുത്താണ്. MLA ഫണ്ട് വെച്ച് പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ വരും. MLAയുടെ പേര് കാണാം. മുതലാളിക്ക് രാവിലെ വൈകിട്ട് അങ്ങോട്ട് പോകുമ്പോ അഡ്വക്കേറ്റ് PV ശ്രീനിജിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ബസ് സ്റ്റാൻഡിന് ഞങ്ങൾ എഴുതി വെക്കും. ബസ് സ്റ്റാൻഡിൽ
ഒരു ജനങ്ങളെ എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത്? അംഗൻവാടി വർക്കേഴ്സിന്റെ ഹെൽപ്പേഴ്സിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൽ, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിയമനം നടന്നല്ലോ. എന്തുകൊണ്ടാണ് മുതലാളി ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും അംഗൻവാടി വർക്കേഴ്സിന്റെ ഹെൽപ്പേഴ്സിന്റെ നിയമനം നടന്നു? കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന മുതലാളി തെലങ്കാനയിലേക്ക് പോയ മുതലാളി സ്വന്തം പഞ്ചായത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സിന്റെയും ഹെൽപ്പേഴ്സിന്റെ നിയമനത്തിൽ എടുത്ത നിലപാടെന്താ? എന്നോടുള്ള വിരോധം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനിതൊക്കെ പച്ചനെ വിളിച്ചു പറയും. എനിക്കൊരു മുതലാളിയുടെ ഉപസ്ഥാനം വേണ്ട, അച്ചാരം വേണ്ട. എന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിയല്ല. മുതലാളി കഴിഞ്ഞ ദിവസം തന്നെ ടി വിയിൽ പറയണ്ടായിരുന്നു, ഞങ്ങളാണ് PV ശ്രീനിധനെ MLA ആക്കിയത്. വളരെ സന്തോഷം. ഇനിയും ഉണ്ടാകണം കേട്ടോ, ഇനിയും ഉണ്ടാകണം. നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പൊ നിങ്ങൾ വന്നല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ചിത്രപ്പുഴ കോഞ്ഞാശ്ശേരി റോഡ്, ആ ചിത്രപ്പുഴ കോഞ്ഞാശ്ശേരി റോഡിലൂടെ നമ്മൾ കടന്നു വന്നില്ല. ഇപ്പോ നിങ്ങൾക്കറിയാം, മറ്റു മണ്ഡലങ്ങൾ ഈ ജാഥ കടന്നു പോകുമ്പോൾ ജാഥയുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും എങ്ങനെയാണ് മണ്ഡലത്തിലെ PWD റോഡുകൾ നിങ്ങൾക്കറിയാം. മണ്ഡലത്തിൽ ആകെയുള്ള റോഡ് മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ചിത്രപ്പുഴ കോഞ്ഞാശ്ശേരി റോഡിന്റെ ഈ മുതലാളിയുടെ വീടിന്റെ മുന്നിലുള്ള ഭാഗം മാത്രമാണ് മോശമായി കിടക്കുന്നത്. അതിന് മുതലാളി എന്താ ചെയ്തത്? കിഴക്കമ്പലം പഞ്ചായത്തിന് കിട്ടിയ വീടുകൾ മുതലാളി ഒരു പേരിട്ടു, ഗോഡ്സ് വില്ല. നല്ല കാര്യം, ഞാനതില് ആ വീട് കിട്ടിയ ആളുകളെന്ന് ഞാൻ കുറ്റം പറയുന്നു. പക്ഷെ ഗവൺമെന്റ് അനുവദിച്ച വീടുകൾ സൂത്രത്തിൽ ചില എട്ടുകാലി മമ്മൂഞ്ഞമാര് പോലെ മുതലാളി അത് ഏറ്റെടുത്തു. ഇപ്പൊ ആ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഇപ്പൊ എന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്നു. മുതലാളി എന്താ ചെയ്തത്? സർക്കാർ അനുവദിച്ച സ്ഥലം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അളന്ന് തിട്ടപ്പെടുത്തി വീട് പണിതു കൊടുത്തു. പഞ്ചായത്ത് വീട് പണിതു കൊടുത്തു ലൈഫിന്. അത് കഴിഞ്ഞപ്പോ ഇപ്പോഴാണ് ആളുകൾക്ക് അതിന്റെ അപകടം മനസ്സിലായത്. ആ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിന് ബാങ്കിൽ ചെന്ന് പണയം വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ആധാരത്തിലുള്ള അളവുകൾ വ്യത്യാസമുണ്ട്. ഏതെങ്കിലും ബാങ്ക് ലോൺ കൊടുക്കും. ഇപ്പൊ നമ്മളെടുത്ത് വന്നു, നമ്മൾ മീറ്റിംഗ് വിളിച്ചു, ഗോഡ്സ് വില്ലയിൽ തന്നെ മീറ്റിംഗ് വിളിച്ചു. ഇപ്പൊ നിലവിലുള്ള മുഴുവൻ സാങ്കേതിക പ്രശ്നങ്ങളും മാറ്റി പുതിയ പട്ടയം കൊടുക്കാനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഈ LDF സർക്കാർ ജനങ്ങളുടെ കൂടെയാണ്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും, പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ന് സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഭാഗമായിട്ട് 1000 രൂപ നമ്മൾ അനുവദിക്കാൻ കഴിഞ്ഞില്ലേ? അംഗൻവാടി വർക്കേഴ്സ്, ഹരിതകർമ്മസേന, അസുഖമായി ബാധിച്ചു കിടക്കുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ചികിത്സാ നിധിയിൽ നിന്നുള്ള തുക, അങ്ങനെ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ മാത്രം 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് നിങ്ങൾ തന്ന പിന്തുണയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്ന 2020 കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ കോൺഗ്രസിന്റെ കൂടെയോ 2020 കൂടെയോ അല്ല, മറിച്ച് നിങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു ആവശ്യം വരികയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാം. നിങ്ങൾ പറയുന്ന ന്യായമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ തന്ന വികസന ജാഥയ്ക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിനും സ്വീകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. CPM-ന്റെ കോലഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ജിൻസിൻ്റെ മകള് ഇതാ MG യൂണിവേഴ്സിറ്റിയിൽ PG സ്റ്റുഡൻ്റാണ്. PG സ്റ്റുഡൻ്റ് ആയിരിക്കെ തന്നെ നെറ്റ് എഴുതി മികച്ച വിജയം നേടി നെറ്റ് പാസ്സായി. ഹിദാട്ടിയെ അതിൻ്റെ പേരിൽ ഈ ജാഥയുടെ ഇടയിൽ വെച്ച് ജാഥാ ക്യാപ്റ്റൻ നമ്മുടെ MLA ശ്രീനിധി
യെസ്, എന്നാൽ ഹിത വരുമ്പോ ഹിത നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി JV ആന്റണി, 87 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി PK സന്തോഷ്, 88 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിനീഷ്, 85 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിജു സ്റ്റീഫൻ, 92 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജെയ്സൺ മറി, 90 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി PS സരകുമാർ, 83 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി അനീഷ് പോൾ, 84 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബിജു ഗോപാലകൃഷ്ണൻ, 80 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി P രാജൻ, 93 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി രമേശ് സുരേഷ്, 95 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി PK രാജൻ, 74 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി CN പൂർണ്ണം, 84 നമ്പർ ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി KV മനോജ്. രക്ഷകസംഘ യൂണിറ്റ് CPI കിഴക്കപ്പുഴ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി സഖാവ് PD വഴി, GKMUവിന് വേണ്ടി സഖാവ് JP, കിസാൻ സഭയ്ക്ക് വേണ്ടി സഖാവ് തോമസ് മാസ്റ്റർ, ദേവൈഎഫിന് വേണ്ടി സഖാവ് റോബിൻ മാത്യു, NCP പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ജോസ് കെ മാണി, ജോളി കെ മാണി കൊടുത്തു. കർഷകസംഘത്തിന് വേണ്ടി ജോൺ പോൾ, മഹിളാ അസോസിയേഷന് വേണ്ടി മഞ്ജു ജേസൺ, കർഷക തൊഴിലാളി യൂണിറ്റിന് വേണ്ടി അഗസ്റ്റിൻ ആന്റണി, കർഷക തൊഴിലാളി പഴങ്ങനാട് യൂണിറ്റിന് വേണ്ടി TE ലിയോബ്, കർഷക സംഘം പഴങ്ങനാട് യൂണിറ്റിന് വേണ്ടി ഉത്സംബ്രി, മഹിളാ പഴങ്ങനാട് യൂണിറ്റിന് വേണ്ടി ഷെറിൻ സിജു, ആന്റിസാൻസി വില്ലേജ് കമ്മിറ്റിക്ക് വേണ്ടി രാജപ്പൻ, CIQവിന് വേണ്ടി സഖാവ് TM